എറണാകുളം പള്ളുരുത്തിയിൽ യുവാവിന്റെ കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. കൊല്ലപ്പെട്ട ആഷിഖിന്റെ സുഹൃത്ത് ഷഹാന, ഭർത്താവ് ഷിഹാസ് എന്നിവരാണ് അറസ്റ്റിലായത്. നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിയെ തുടർന്നാണ് മൊഴിയെന്ന് പ്രതികൾ. ഇന്നലെ രാത്രിയിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വിവരങ്ങളുമായി സിജോ വർഗീസ് ചേരുന്നു. സിജോ, എങ്ങനെയാണ് ഈ രണ്ടുപേരും അറസ്റ്റിലായത്? ദിവ്യ, ഇന്നലെ രാത്രിയാണ് ഈ ദുരൂഹ സാഹചര്യത്തിൽ ആഷിഖിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. കാലിൻ്റെ രണ്ട് തൊടഭാഗത്തും ഗുരുതരമായ മുറിവുകളും ഉണ്ടായിരുന്നു. ചോര വാർന്ന നിലയിലാണ് ആഷിഖിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പിന്നീട് ജീവൻ രക്ഷിക്കാനായില്ല, മരണം സംഭവിക്കുകയായിരുന്നു. ആത്മഹത്യ എന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. പിന്നീട് ഈ ഒപ്പമുണ്ടായിരുന്ന പെൺസുഹൃത്തിന് സംസാരങ്ങളിൽ ചില സംശയം തോന്നി. തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ സുഹൃത്തിനടക്കം ചോദ്യം ചെയ്തതിലാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പിന്നീട് നടന്ന ഒരു പരിശോധനയിലാണ് ഈ പള്ളുരുത്തി കണ്ണങ്ങാട് പാലത്തിന് സമീപം ഈ ആഷിഖ് ഉപയോഗിച്ച വാഹനം കണ്ടെത്തുകയും ചെയ്തത്. ഇതിന് പോലീസ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ ആഷിഖും ഈ സുഹൃത്തുമായി നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. ഇരുവരും നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതിയുടെ നഗ്നചിത്രങ്ങൾ ആഷിഖിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഇത് പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ കാര്യമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ ആഷിഖ് ഉപയോഗിച്ചിരുന്ന വാഹനം ഇവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കണ്ടെത്തുകയും ചെയ്തു. അവിടേക്ക് ഈ യുവതി ആഷിഖിനെ വിളിച്ചു വരുത്തി. പിന്നീട് ഇരുവരും ചേർന്ന് ആഷിഖിനെ ആക്രമിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ നാട്ടുകാർ വിവരം അറിയുന്നത്. തുടർന്ന് ഇങ്ങനെയൊരു സംഭവം നടന്നതായി നാട്ടുകാർ വിവരം അറിയിക്കുന്ന പിന്നീട് യുവതി തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ആഷിഖിനെ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇത്തരം ഒരു ആദ്യം ആത്മഹത്യയാണ് എന്ന് കരുതിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു കൊലപാതകം എന്ന സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇരുവരെയും നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തില്ല. തുടർന്നാണ് ഇവർ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി പ്രതികളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കൊലപാതക സമയത്ത് ഇവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കം അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്.